ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5 സെൻറ്റ് പ്ലോട്ടിൽ 1200 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ട് സാധാരണക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കാട് റിയാസ് ആബിദ ദമ്പതിമാരുടെ വീടാണിത്. വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് ഷോ വാളും പെയിൻറ്റും LED ലൈറ്റ്സും ആണ്. ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് 2 വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് വളരെ സിമ്പിളായിട്ട് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊരു സിംഗിൾ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഹാളിൻ്റെ സീലിങ്ങിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും അതുപോലെ LED ലൈറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് 400x590 ആണ്. ഇവിടെ തന്നെയാണ് ലിവിങ്ങും ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെതാ ഈ ഒരു സൈഡ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനകത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സോഫ കാണാനായിട്ട്. ഈ ഒരു ഏരിയ ഒന്നുകൂടി ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്നൊക്കെ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്നൊരു ഭാഗം തന്നെയാണ്. 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തും വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡ് ഡിസൈനാണ്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ കിച്ചൺ, ബെഡ്റൂം, വാഷ് ഏരിയ, സ്റ്റെയർ എന്നിവ വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. എന്നിട്ട് മുകളിലായിട്ട് വുഡൻ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ സ്റ്റെപ്പ് കയറുന്ന ഭാഗത്ത് പർഗോള ഡിസൈൻ ചെയ്ത് അതിനകത്ത് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ്സും ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെ തന്നെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്. ബേസിന് ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു പാനൽ ചെയ്തിട്ടുള്ളതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് കേട്ടോ. ഇനി ഇതിനോട് ചേർന്നാണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360x300 ആണ്. ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് അർണ വൈറ്റ് മാർബിളാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് ഏരിയ പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് വാർഡ്രോബിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സീബ്ര ബ്ലീൻസ് കർട്ടൻ ആണ്. വളരെ സിമ്പിളായിട്ടാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. മുകളിൽ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 170x120 ആണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈലിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു സൗകര്യമൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡൈനിങ്ങിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം, കിച്ചൺ എന്നിവ വരുന്നത്. നമുക്കാദ്യം ഈ ഒരു ബെഡ്റൂം കാണാം. ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഫോയറാണ് വരുന്നത്. ഈ ഒരു ഫോയറിൽ നിന്നാണ് ബാത്റൂമിലേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 200x120 ആണ്.
ഇതിനകത്തായിട്ട് ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തിലാണ് ഇത് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 350-330 ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് തന്നെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതും അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ്. സിംപിളായിട്ട് ഭംഗിയുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇനി കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറിൽ ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 290-550. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഫ്രിഡ്ജിനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വാളിലായിട്ട് ഒരു ഷോക്ക് പീസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇരിക്കാനുള്ളൊരു സ്പേസ് കൂടി വരുന്നുണ്ട്. ഇവിടെ മിക്സിയും മറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ യൂസ്ഫുള്ളാണ്. കുട്ടികൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കൊടുക്കാനും. അതുപോലെ താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ട് ഒരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈസ് വരുന്നത് 130-180. ഇത് പുറത്തേക്ക് വരുന്ന ഡോറാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ലെങ്തി ആയിട്ടാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. എല്ലാ സൗകര്യവും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വിറകടുപ്പും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തട്ട് കൊടുത്തത് കാരണം ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി ബോക്സ് ആണ്. അതിന് താഴെ പ്ലേറ്റ് ട്രേ ആണ് വരുന്നത്. ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റവിനും അടുപ്പിനും മുകളിലായിട്ട് തന്നെ ഇവിടെ ബോട്ടിൽസ് ഒക്കെ വെക്കാൻ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് വെക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ളൊരു വീടിൻ്റെ പ്ലാനാണിത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ ഈ കിച്ചണിൽ ധാരാളം റാക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.